രാമൻ ജഗദാനന്ദകാരകനാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ RSSകാരാണ്. RSSന് വേണ്ടി ആ വാക്യം അവർ പറയുന്നത്. ഇതൊരു ന്യൂനപക്ഷ അവകാശത്തിൻ്റെ മേൽ നടന്ന അതിഭീകരമായൊരു കടന്നുകയറ്റമാണെന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പറഞ്ഞില്ല. മതേതരത്വം തകരുന്നു എന്നൊക്കെ വ്യാജ്യമായി പറയും. അയോധ്യയിൽ ഒരു ബ്രാഹ്മണ കുഞ്ഞു മരിക്കുമ്പോൾ ഇവിടെ എന്തോ അനീതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് രാമൻ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ശംഭുകൻ തലകുത്തി നിന്ന് തപസ് ചെയ്യുന്നത് കാണുന്നത്. നിന്റെ ജാതി ഏതാണെന്നേ ചോദിക്കുന്നുള്ളൂ. ശൂദ്രൻ. അന്നേരം തല വെട്ടിക്കളയുക. ഈ തല വെട്ടി അതേ ആ നിമിഷം തന്നെ ആ ബ്രാഹ്മണ കുഞ്ഞിന് ജീവൻ വന്നെന്നാണ് പറഞ്ഞത്. ആ മെറ്റഫർ, ആ കഥ എന്താ നമ്മളോട് പറയുന്നത്? 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചു. 2024 ജനുവരി 22 രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. ഈ ഉദ്ഘാടനം എല്ലാ മീഡിയാസിൻ്റെയും പിന്തുണയോടുകൂടി വളരെ കൊട്ടിഘോഷിച്ച് വളരെ ആഹ്ലാദ പ്രകടനം നടത്തി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത്രമാത്രം ആഹ്ലാദ പ്രകടനം നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? സ്വാഭാവികമായി ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യുക എന്നതിലുപരി ഇത് ഒരു വംശത്തോട് മനുഷ്യരിൽ അടങ്ങിയിരിക്കുന്ന വെറുപ്പിന്റെ ഘടകം കൊണ്ടുകൂടിയല്ലേ? കൂടാതെ മറ്റൊരു വംശത്തെ അഭിമാനിക്കുമ്പോഴുണ്ടാകുന്ന ഒരു രസം അതിൻ്റെ ഭാഗമല്ല ഈ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം തന്നെ. അല്ലാതെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യം സംഘപരിവാർ ശക്തികൾക്കുണ്ട്. 2 കാരണങ്ങളാൽ. ഒന്ന്, 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് ആക്രമണോത്സുകമായൊരു സംഘം, ഹിന്ദുത്വ സംഘം കൊടുവാളൊക്കെ ആയിട്ട് ചെന്ന് തൃശ്ശൂലമൊക്കെ ആയിട്ട് ചെന്നത് തകർത്തതിന് ശേഷം അവിടെ തന്നെ അന്ന് തന്നെ രാംലാല വിഗ്രഹത്തിൻ്റെ ടെൻ്റ് അവിടെ സ്ഥാപിക്കുന്നു. ഇന്ത്യൻ കോടതി പലവട്ട കേസിൽ ഇടപെട്ടിട്ട് അതിൻ്റെ പ്രതികളെ ശിക്ഷിക്കാൻ പോലും തയ്യാറായില്ല. ഏറ്റവും അവസാനം തെളിവുകളില്ല എന്ന കാരണത്താൽ LK അദ്വാനി അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുകയും തെളിവില്ല എന്ന് പറയും. അപ്പോൾ കോടതി അതിൻ്റെ ഭാഗമായി വളരെ പ്രത്യക്ഷത്തിൽ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് രാമൻ പിറന്നത് എന്നത് ഇവരുടെ ഒരു അവകാശവാദമായി. ആ കേസിൻ്റെ നാൾ വഴി ആലോചിക്കുമ്പോൾ അവിടെയും ഒരു KK നായരുണ്ട്. പുള്ളി അവിടെ മജിസ്ട്രേറ്റ് ആയിരുന്നു. പുള്ളിയുടെ കാലത്താണ് ഈ വിഗ്രഹം രാത്രി കൊണ്ടുചെന്ന് രഹസ്യമായിട്ട് ബാബറി മസ്ജിദിനകത്ത് വെക്കുന്നത്. എന്നിട്ട് അത് സ്വയംഭൂവായതാണെന്ന് പറഞ്ഞു വരുത്തുന്നതിൽ ഈ KK നായർക്കൊക്കെ വലിയ പങ്കുണ്ട്. പുള്ളിയുടെ അധികാരം കൂടി ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് ബാബറി മസ്ജിദ് അവർ തകർക്കുമ്പോൾ 2 വിജയങ്ങളാണ് അവർ നേടിയത്. ഒന്ന്, VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഉള്ള ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഇന്ത്യയിലെമ്പാടും സവർണ വിദ്യാർത്ഥികൾ വലിയ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കണം. എയിംസിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടിയാണ് അവർ സമരം ദിവസങ്ങളോളം. എയിംസിൻ്റെ പരിസരത്ത് സമരം അനുവദിക്കാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറയണം. അതിനകത്ത് പന്തൽ കെട്ടി ദിവസങ്ങളോളം വിദ്യാർത്ഥികൾ സമരം ചെയ്യും. പിന്നോക്ക സംവരണത്തിനെതിരെ ആരാണ് അതിന് അനുവാദം കൊടുത്തത്? അവിടുത്തെ അധ്യാപകരാണ്, അവിടുത്തെ പ്രിൻസിപ്പളാണ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹു ആർ ദേ ആർ സവർണാസ്. അതാണ് അതിൻ്റെ സംഭവം. ഇന്ത്യയിലെ മുഴുവൻ വർത്തമാനപത്രങ്ങളും നേതൃത്വമില്ലാത്ത ആ വിദ്യാർത്ഥി കലാപത്തെ പിന്തുണച്ചു. നേതൃത്വം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് കൊല്ലപ്പെട്ട ഗോസ്വാമിയോട് പറഞ്ഞത് എന്നെക്കുറിച്ച് പിന്നീട് പുറത്തു വന്നൊരു വാർത്ത, അയാളോട് നീ കത്തിച്ചോ, ഞങ്ങൾ കെടുത്തിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. കത്തിച്ച് കഴിഞ്ഞപ്പം ആരെക്കൊണ്ടും കെടുത്താതെ അയാളെ രക്തസാക്ഷിയാക്കിയെടുത്താണെന്നും പറഞ്ഞു. അതൊക്കെ സാധ്യതയുള്ള കാര്യം. അതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അറിയണ്ട. പക്ഷേ വ്യാപകമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നു. ഫലത്തിൽ പൊളിറ്റിക്കൽ ഹിന്ദു നെടുകെ പിളരുന്നതിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയാം. അതിനകത്ത് പിന്നോക്കക്കാരും ദളിതരും ഒരു പക്ഷത്തും സവർണ മറുപക്ഷത്തുമായി ഇത് നെടുകെ പിളരുകയാണ്. ഈ ഘട്ടത്തിലാണ് BJP ഇടപെടുന്നത്, സംഘപരിവാർ ഇടപെടുന്നത്. സംഘപരിവാർ ഇടപെട്ട് രാമൻ ജനിച്ച സ്ഥലം മുസ്ലിങ്ങൾ കയ്യേറിയിരിക്കുന്നു. അങ്ങോട്ടൊരു രഥയാത്ര അങ്ങ് പ്രഖ്യാപിക്കും. ആ രഥയാത്ര തടയാനുള്ള ആർജവം ഒന്ന് ലാലു പ്രസാദ് യാദവ് കാണിക്കുന്നു. ബീഹാറിൽ കയറാൻ പറ്റിയിരുന്നു. കയറി അന്നേരം അറസ്റ്റ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ മുസ്ലിങ്ങളെ അപരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ നടത്തിയ മസ്ജിദ് പൊളിക്കാനുള്ള ആ നീക്കം ഹിന്ദുക്കൾക്കിടയിലുണ്ടായ ഒരു വലിയ പിളർപ്പിനെ മറികടന്നു. വി ആർ ഹിന്ദുസ് എന്ന മുദ്രാവാക്യം അതിൻ്റെ മുകളിലവർ ആ സംവരണത്തിന് മുകളിൽ അവർ സ്ഥാപിച്ചു. അതിനുശേഷം BJP നേരിട്ടൊരു സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേരത്തെയൊക്കെ അവർ അനുകൂലമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിനൊക്കെ പ്രത്യക്ഷമായി രംഗത്ത് വന്നില്ല. പിന്നെ മുസ്ലിങ്ങൾ ഒരു പക്ഷത്തും ഹിന്ദുക്കൾ വേറൊരു പക്ഷത്തും എന്നുള്ളൊരു സംഗതിയിലേക്കാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കേന്ദ്രം മാറുന്നത്. അങ്ങനെ ബാബറി മസ്ജിദ് തകർത്തു. അവിടെ ജുഡീഷ്യറിയുടെ പിന്തുണയുണ്ടായിരുന്നു, പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പത്രങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു. ഇതല്ലാതെ വെറുതെ ഇങ്ങനെ ഒരാൾക്കൂട്ടം ചെന്ന് പൊളിച്ചതൊന്നുമല്ല. ഇന്ത്യയിൽ ഒരു സൈന്യം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾക്കൂട്ടം വന്നാൽ അത് പോലീസ് ഓർഡർ കൊടുക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. വീണ്ടും അതിക്രമിച്ച് കടന്നാൽ അവരെ വെടിവെച്ച് വീഴിക്കാനാണ് അവിടെ സൈന്യമുള്ളത്. എങ്കിലും ഈ രാഷ്ട്രത്തിൽ നിൽക്കാൻ മതി. എല്ലാ രാഷ്ട്രവും അങ്ങനെയാണ്. പക്ഷെ അവിടെ അതൊന്നും ഉണ്ടായില്ല. സൈനികരടക്കം പള്ളി പൊളിക്കാൻ കൂടി നിൽക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ പള്ളി പൊളിച്ചു. അതിന് എതിരെ ചെറിയ സംഗതികൾ. പക്ഷെ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു ന്യൂനപക്ഷ അവകാശത്തിൻ്റെ മേൽ നടന്ന അതിഭീകരമായൊരു കടന്നുകയറ്റമാണെന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പറഞ്ഞില്ല. മതേതരത്വം തകരുന്നു എന്നൊക്കെ വ്യാജ്യമായി പറയും. ഒന്ന്. പിന്നെ അവർ പറഞ്ഞു രാമൻ നല്ല മനുഷ്യനെന്ന് പറഞ്ഞു. RSSകാർ എടുത്ത് ഉപയോഗിക്കുന്നതാണ്, അത് ശരിയല്ല. അതാണ് രണ്ടാമത്തെ വാദം. മൂന്നാമത്തെ അതിവിചിത്രമായ വാദം ബാബറി മസ്ജിദ് ഒരു ദേശീയ സ്മാരകമാക്കി മാറ്റുന്നതാണ്. ഇവിടെയൊന്നും മുസ്ലിങ്ങളുടെ അവകാശം സംരക്ഷിക്കണമെന്ന് ഇവന്മാരാരും പറഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പറഞ്ഞില്ല. ബുദ്ധിജീവികളടക്കം ലൈബ്രറി ആക്കണം എന്ന് പറഞ്ഞ ബുദ്ധിജീവികളുണ്ടായിരുന്നു അവിടെ. നാഷണൽ ലൈബ്രറി ആക്കണത്. ഇത് മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ അവരുടെ അവകാശത്തെ ധ്വംസിക്കുന്നതാണ് എന്ന് പറഞ്ഞില്ല ആരും. ഫലത്തിൽ BJPയുടെ അതിക്രമത്തെ നോർമലൈസ് ചെയ്യുന്നൊരു പണിയിൽ ഇവരങ്ങ് ഏർപ്പെടുകയും അവിടെ നിന്ന് BJPയുടെ മുന്നേറ്റം ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്തവരും മുന്നോട്ട് പോകുന്ന നമ്മൾ കാണും. ഈ 2024 ജനുവരി 22 എന്താ പ്രത്യേകത? എന്തായിരിക്കും 22 തിരഞ്ഞെടുത്തത്? ഇതാരും ചോദിക്കുന്നില്ല. ഈ പത്രക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ്, അങ്ങനെ പറയേണ്ടി വരും. ഇന്ത്യൻ പത്രാധിപർമാർ ക്രിമിനൽസാണ്, സോഷ്യൽ ക്രിമിനൽ, സാമൂഹിക കുറ്റവാളികളാണ്. എന്താണ് ഡിസംബർ 22 പ്രത്യേകത? ഇവരാരും ഇത് ചോദിക്കാത്തതെന്ത്? ജനുവരി 22 ഗ്രഹാം സ്റ്റെയിനെയും കുട്ടികളെയും കൊന്നതിൻ്റെ 25ാമത്തെ വർഷമാണ് 2024 എന്ന് പറയുന്നത്. ജനുവരി 22 കൊലപാതകം നടക്കുന്നത്. അതിൻ്റെ ഓർമ്മ ദിവസമാണ് അവർ രാമനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് പറയാൻ പോലും ഇവിടെ ആരുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം 32ാമത്തെ കൊല്ലം അവർ രാമക്ഷേത്രം തുറക്കും. രാമക്ഷേത്രം തുറക്കുന്ന ഈ ഘട്ടത്തിൽ രാമൻ ദേശീയമായൊരു പൈതൃകമായി മാറുന്നു. രാമൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെമ്പാടും പൂജിക്കപ്പെട്ടൊരു ദൈവമായിരുന്നില്ല. പക്ഷേ ഈ ഒരൊറ്റ കാലയളവ് കൊണ്ട്, അതായത് അദ്വാനിയുടെ രഥയാത്ര മുതൽ ഇന്ന് വരെയുള്ള സംഭവം എടുത്താൽ രാമൻ എങ്ങനെ ദേശീയ ബിംബമായി സ്ഥാപിച്ചെടുക്കുന്ന ഒരു സംഗതിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രൗഢമായ ഒരു പാരമ്പര്യമായി രാമനെ സ്ഥാപിക്കുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ പൂജയുടെ യജമാനനായി. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ യജമാനൻ എന്നുള്ള വാക്കൊക്കെ ഇന്ത്യൻ ഭരണഘടന നിരോധിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാൻ പാടില്ല. രാജാവ്, രാജകുമാരൻ, രാജ്ഞി, രാജകുമാരി, യജമാനൻ, പ്രജ, ഇത്തരം വാക്കൊന്നും ഉപയോഗിക്കരുതെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. അയാൾ തന്നെ യജമാനാണ്. ഈ പ്രധാനമന്ത്രിക്ക് എന്ത് കാര്യം? പൂജാരിമാരല്ലേ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിനെയും മറികടന്ന് ഈ
പ്രധാനമന്ത്രി തന്നെ പൂജാരിയാകുമ്പോൾ അതിൻ്റെ ഒരു ഉള്ളുകളി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന. പക്ഷേ ഇന്ത്യയിലെ വളരെ വലിയ ജനപ്രിയരായ ഡിഗ്നറ്ററീസ്, സാമൂഹിക മനുഷ്യർ വലിയൊരു നിര അവിടെയുണ്ട്. അമിതാഭ് ബച്ചനെ പോലൊരു കക്ഷി, രജനീകാന്തിനെ പോലൊരു കക്ഷി, സച്ചിൻ ടെണ്ടുൽക്കറെ പോലൊരു കക്ഷി, PT ഉഷയെ പോലെ ഒരാൾ, ഇവരെല്ലാം അവിടെയുണ്ട്. മാത്രവുമല്ല, ഈ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് തകർത്തിട്ടാണ് ഈ ക്ഷേത്രം പണിതതെന്ന് നാളിതുവരെ ഒരു പത്രം ഓർമ്മിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം എന്നത് രാമൻ്റെ സംസ്കാരമാണെന്നും രാമായണത്തിൻ്റെ എത്തിക്സാണ്, അത് ചാതുർവർണ്ണയത്തിൻ്റെ എത്തിക്സാണ്, ചാതുർവർണ്ണയത്തിൻ്റെ ധാർമ്മികതയാണ്. ആ ധാർമ്മികതയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. ജയ് ശ്രീറാം എന്ന് വിളിക്കാത്തവർ ഇന്ത്യക്കാരല്ലെന്നും സ്ഥാപിച്ചെടുക്കുന്ന അതിൽ അവർ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുസ്ലിങ്ങളുടെ മൂടിക്കെട്ടിയൊരു പ്രകടനം കോട്ടയത്തുണ്ട്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ രാമഭക്തന്മാർക്ക് ഒരു ക്ഷേത്രം പണിയാൻ അവകാശമുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന അവകാശമാണ്. ഒരു ക്ഷേത്രം പണിതോട്ടെ, പ്രതിഷ്ഠ നടത്തിക്കോട്ടെ, പൂജിച്ചോട്ടെ. സാമൂഹികമായ വെല്ലുവിളി അല്ലാത്തിടത്തോളം ഏത് മതസ്ഥനും പള്ളി പണിയാനും അമ്പലം പണിയാനും മോസ്ക് പണിയാനും പ്രാർത്ഥിക്കാനും ഇന്ത്യൻ ഭരണഘടന അവകാശം കൊടുക്കുന്നുണ്ട്. അത് ചെയ്താൽ മതി. അതല്ല ഞാൻ രാമന് ജയ് വിളിച്ചോണെന്ന് പറയാൻ, കാരണം ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പറയുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനാണ് ഗ്യാരണ്ടി, വിശ്വാസത്തിന് മാത്രമല്ല. അപ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ വ്യത്യസ്ത മതധാരകളുള്ള, വ്യത്യസ്ത വിശ്വാസധാരകളുള്ള, വ്യത്യസ്ത റിച്വൽ ധാരകളുള്ള ഇന്ത്യൻ സമൂഹത്തിൽ ബ്രാഹ്മണ്യധാരയെ അതിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുന്ന, ബ്രാഹ്മണ സേവയാണ് എൻ്റെ രാജകീയ ദൗത്യമെന്ന് കരുതി അത് നിറവേറ്റിയ രാമനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും തൽസ്ഥാനത്ത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് ഇന്നലെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കത് ആഘോഷിക്കേണ്ടതുണ്ട്. ഇതൊരു ദേശീയ സംഭവമായി സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. അക്കാര്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ വർത്തമാന പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ, വളരെ കുറച്ച് പത്രങ്ങൾ മാത്രമേ അത് സ്വീകരിക്കാതുള്ളൂ, ബാക്കി മുഴുവൻ പ്രധാനപ്പെട്ട റീജിയണൽ ആൻഡ് നാഷണൽ ന്യൂസ് പേപ്പറിൻ്റെയും ഫ്രണ്ട് പേജിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇതിൻ്റെ വാർത്തയെ കൊടുത്തു. എത്ര കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചു, ഈ പൈസ എവിടെ നിന്ന് വന്നു, ആര് കൊടുത്തത്? അപ്പോൾ ഹിന്ദുക്കളിലെ കോടീശ്വരന്മാരെന്നറിയപ്പെടുന്ന, കോർപ്പറേറ്റുകളെന്നറിയപ്പെടുന്നവർ, അന്താരാഷ്ട്ര തലത്തിൽ ബിസിനസ് ചെയ്യുന്ന വിഭാഗങ്ങളെല്ലാം പിന്തുണയ്ക്കുന്ന വലിയ ഒരു മൂവ്മെൻ്റായിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ദേശീയമായി ഇനി ഇന്ത്യക്കകത്ത് ജീവിക്കണമെങ്കിൽ ജയ് ശ്രീറാം എന്ന് വിളിക്കേണ്ടി വരും ഒരവസ്ഥയിൽ അവർ എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ ഒരു പൗരനെന്ന നിലക്കും ഇന്ത്യയിലെ മനുഷ്യർ തുല്യരായി ജീവിക്കുന്ന ഒരു ജനാധിപത്യ ക്രമം വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ എന്തായാലും ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ ദൈവത്തെ പൂജിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. എൻ്റെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ ദൈവമായി എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് പൊയ്കയിലപ്പച്ചനെയാണ്. പൊയ്കയിലപ്പച്ചനെയാണ് ഞാൻ ദൈവമായി എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു രാമനിൽ വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കാനോട് ഉദ്ദേശിക്കുന്നില്ല. അല്ലാതെ ഇവിടെ ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവസരം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവരത് ആഘോഷമാക്കുന്നത് അവരുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ വിജയം എന്ന നില കാണുന്നത്.
പൊതുവെ ഇതിനെതിരെ വരുന്നൊരു വാദം വരുമ്പോൾ മുൻകാലങ്ങളിൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ആ ക്ഷേത്രത്തിന് പൊളിച്ചാണ് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് മുകളിലാണ് ബാബർ ഈ പള്ളി വെച്ചതെന്നുള്ള വാദം വരികയാണെങ്കിൽ 1948 മുന്നേയുള്ള അവസ്ഥകൾ ഏതിലായിരുന്നു അമ്പലവും പള്ളി നിലനിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളോ മറ്റുള്ള വിഭാഗങ്ങളോ നിലനിന്നിരുന്നെങ്കിൽ അതേ അവസ്ഥ നിലനിൽക്കണമെന്നുള്ളൊരു വാദം വരികയുണ്ടായിരുന്നു. ഇത്തരം വാദങ്ങൾ ഒരു പുരോഗമന ആശയത്തിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ ഈ വാദത്തെ പഴയ കാലത്തെ ബേസ് ഇന്നത്തെ കാലത്ത് ഇത്തരം വാദങ്ങളെ ഇങ്ങനെ എന്തിന്റെ ബേസിലായിരിക്കും വന്ന് അങ്ങനെ ഒരു വാദം വന്നിട്ടുണ്ടാവുക? അല്ല, ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യമെന്ന നിലക്കാണ് സംഘപരിവാർ ശക്തികൾ അത് മാനിപ്പുലേറ്റ് ചെയ്തെടുത്തത്. അതായത് ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ്, ജന്മഭൂമിയാണത്. അവിടെ നിലനിന്ന ക്ഷേത്രം തകർത്താണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന കഥ വിശ്വാസത്തിൻ്റെ രൂപത്തിൽ ഉന്നയിച്ചത് കൊണ്ട് അവിടെ തെളിവുകൾക്ക് പ്രസക്തിയില്ല, തെളിവിൻ്റെ ആവശ്യമില്ല. വിശ്വാസം, ദൈവമുണ്ടെങ്കിൽ ഒരു തെളിവുമില്ല, പക്ഷേ ആൾക്കാർ മുഴുവൻ ദൈവവിശ്വാസികളാണ് എന്ന് പറയുന്നത് പോലെ തെളിവ് ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ടാണ് അവരതിനെ സ്ഥാപിച്ചെടുത്തത്. എന്തെങ്കിലും ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ പഴയൊരു മന്ദിർ തകർത്തിട്ടാണ് ഇവിടെ ബാബറി മസ്ജിദ് സ്ഥാപിച്ചെടുത്തത് എന്നതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ഇവർക്കാർക്ക് ഹാജർ, അവർക്കതിൻ്റെ ആവശ്യവുമില്ല. മാത്രവുമല്ല, 3 താഴികക്കുടകളിൽ നടുക്കുള്ള താഴികക്കുടത്തിന് നേരെ താഴെയാണ് ശ്രീരാമൻ ജനിച്ചതെന്ന് വരെ അന്ന് 92 അവർ പറയുന്നുണ്ട്. ഇവർ കെ നായരോടെ മജിസ്ട്രേറ്റ് ആയിരിക്കുന്ന കാലത്ത് അതിനകത്ത് ഈ രാമൻ്റെ വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് അത് സ്വയംഭൂവാണ് ആയതാണെന്ന് പറയുകയും അത് പിന്നെ പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാതെ അത് പൂട്ടിയിടുകയും ചെയ്യുന്നു. മുസ്ലിങ്ങളവിടെ ആരാധന നടത്തുന്നുണ്ട്, ഇതവിടെ പൂട്ടിയിടും. അന്നെടുത്ത് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അതവിടെ പൂട്ടി വെച്ചു. രാജീവ് ഗാന്ധി വന്നപ്പോൾ എന്ത് ചെയ്തു? അയാളത് തുറന്നു കൊടുത്തു. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ്റെ ഭാഗമായിരുന്നു. അത് പിന്നീടത് സമർത്ഥമായി ഉപയോഗം ചെയ്തിട്ടാണ് BJP ഇപ്പോൾ ഈ 6 വയസ്സുള്ള ബാലനായ രാമനെ, കിടക്കുന്ന രാമനെ അവിടെ കൊണ്ടുവന്നത്. അത് ഈ വിശ്വാസത്തിൻ്റെ ഒരു പരിസരത്തിൽ ഈ സംഭവം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഇന്ത്യക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ വിശ്വാസികളെ മുഴുവൻ നമ്മൾ കൾപ്രിറ്റായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ എന്ത് എന്നത് നമുക്ക് ഡിസ്കഷൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതായത് ഇത് രാമഭക്തരവിടെ ഒരു രാമക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തി പൂജ നടത്താൻ നമ്മൾ ആരെങ്കിലും എതിരാണോ? അല്ലല്ലോ. ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ആ ക്രൈം നമ്മൾ മൂടി വെച്ചു. ആ ക്രൈമിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംരക്ഷകരായിട്ടുള്ള ജഡ്ജിമാരും അത് മൂടി വെച്ചു. അവർ ആക്ഷൻ എടുത്തില്ല. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയോടുകൂടിയാണ് ഇപ്പോഴത്തെ അത് പൊളിക്കലും ഇപ്പോൾ ഈ പുതിയ പള്ളി പണിയിലും നടന്നിട്ടുള്ളത് നമ്മൾ കാണും. ഇപ്പോൾ ഇവരിൽ പല ജഡ്ജിമാരും, അതായത് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിനെതിരെ പ്രതികളെ വെറുതെ വിട്ട ജഡ്ജിമാരിൽ പലർക്കും ക്ഷണമുണ്ടായിരുന്നു. ആരൊക്കെ പങ്കെടുത്തു എന്നറിയില്ല, പക്ഷേ ക്ഷണമുണ്ടായിരുന്നു അവർക്കൊക്കെ. ഈ പറയുന്ന നമ്മളുടെ ശബരിമല കേസിൽ ന്യൂനപക്ഷ വിധി എഴുതിയ സ്ത്രീ ജഡ്ജി ഒരു തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യം, അവർ നമ്മളെ ഒന്ന് തകർക്കാൻ നോക്കി, ഞങ്ങൾ വിട്ടുകൊടുത്തില്ലതാണ്. ഇത് സുപ്രീം കോടതി ജഡ്ജിയാണ് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ അതിവിചിത്രമായി എല്ലാ കാര്യത്തിലും ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും മാത്രം പിൻപറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയും അതൊരു ലോകമായി പരിവർത്തനപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. യഥാർത്ഥ മനുഷ്യരങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നേ. രാമൻ്റെ വിഗ്രഹം വരുന്നുണ്ട്, ഇന്ത്യയുടെ പ്രശ്നം തീർന്നെന്ന് വിചാരിക്കുന്ന മനുഷ്യരടക്കമുണ്ട്. പണ്ട് രാമായണം സീരിയൽ വരുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ തൊഴുതിരുന്ന് കരയുമായിരുന്നെന്നാണ് പറയുന്നത്. അന്ന് നമുക്കൊരു ചിരിയാണ് അതുണ്ടാക്കിയത്. 80കളിൽ രാമായണത്തിൻ്റെ സീരിയൽ വരുന്ന സമയത്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇങ്ങനെ തൊഴുതിരുന്ന് കാണുന്നവരുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും ചിരിച്ചു തള്ളി. പക്ഷേ ഇതിൻ്റെ ഒരു സ്വാധീനം നന്നായിട്ട് അറിയാവുന്നവരാണ് അത് മാനിപ്പുലേറ്റ് ചെയ്തെടുത്തത്. അപ്പം അതുകൊണ്ട് ഈ പുരോഗമനകാരികളുടെ നിലപാടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല.
ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പം ഈ ബാബറി മസ്ജിദിന് പകരമായിട്ട് അവർ അവിടെ പണിത അമ്പലം, ഭരണകൂടത്തിൻ്റെ പിന്തുണയുടെയും കോർട്ടിൻ്റെ പിന്തുണയുടെയും പണിത അമ്പലം അത് പിടിച്ചടക്കി പൊളിച്ച് കളയുമെന്നൊന്നും പറയുന്നതിനകത്ത് കഥയില്ല. അതിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചു. തീർച്ചയായും അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടൊരു സ്ഥലമാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അവകാശ തർക്കത്തിലേക്ക് കാര്യം പോയാൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ മോശമായി മാറും. സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് രാമഭക്തരെ, ഈ രാമൻ എന്നത് ഇന്ത്യക്കാരുടെ മുഴുവൻ ദൈവമാണെന്നുള്ള ഒരു സംഗതിയെ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ മെറ്റാഫിസിക്കലി മറികടക്കേണ്ടത്, ഇന്ത്യ മറികടക്കേണ്ടത്. ഞാൻ പറയുന്നത് താത്വിക ബുദ്ധനെ തിരിച്ചു പിടിച്ചുകൊണ്ട്, ഫിലോസഫിക്കൽ ബുദ്ധനെ തിരിച്ചു പിടിച്ചുകൊണ്ട് രാമൻ ആരാധി ചോദിക്കാൻ പറ്റും. രാമനെ ഇഷ്ടമുള്ളൊരു പൂജിച്ചാൽ മതി, രാമൻ എല്ലാവരുടെയും ആണെന്നൊന്നും പറയണ്ട എന്ന് നമുക്ക് പറയാൻ പാകത്തിൽ ഇന്ത്യൻ സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു ഇന്നൊവേഷൻ നമുക്ക് നടത്താൻ പറ്റണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവരുണ്ടാക്കിയിരിക്കുന്നൊരു വലിയ ലോകമുണ്ട്. പശു, ഗോക്കളും ബ്രാഹ്മണരുമാണ് പഴയ മെറ്റഫർ. അപ്പോൾ ഈ ഗോക്കൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ദൈവ സാന്നിധ്യമുള്ള മൃഗമാണെന്നുള്ള കാര്യത്തിൽ മനുഷ്യർക്ക് തർക്കമൊന്നുമില്ല. ചാണാനൊക്കെ വാരി തിന്നുന്നത് അങ്ങനെ വെറുതെ വാരി തിന്നുന്നതല്ല, പാവങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ ചാണാൻ എന്ന് പറയുന്ന ദിവ്യമായ വസ്തു, പശുവിൻ്റെ പാലൊക്കെ കറന്നെടുത്തിട്ട് കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കും. കരികല്ലാണല്ലോ, പ്രതിമയാണ്, അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കും. എന്നിട്ട് പശുവിൻ്റെ മൂത്രവും കുടിക്കും. ഇങ്ങനെ മനുഷ്യനെ വിചിത്രമാക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിലിവർ മനുഷ്യർ തൃപ്തരാ. ചാണാൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ടെന്നാണ് വടക്കൊക്കെ. ഏതോ ചില ഇതിനൊക്കെ വരുന്നത്, അതിൽ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ചാണാൻ കലക്കി കൊടുക്കുക, അതൊന്നും ജ്യൂസ് കുടിക്കുന്നവരെ കുടിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സദ്യക്കൊക്കെ ചാണാൻ വിളമ്പുന്ന അത് ചില ഇതിനകത്ത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ, പിന്നെ രാമൻ എന്നത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന സംഗതി തന്നെയാണ്. ഇപ്പോൾ യൂറോപ്പിൽ ക്രിസ്തുവിൻ്റെ ബിംബം കാണുന്ന, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് വ്യക്തമായി അറിയാം ഇറ്റ് ഈസ് എ സ്റ്റാച്യു. അതൊരു സ്റ്റാച്യു ആണെന്ന് അവനറിയാം. ആ സ്റ്റാച്യുവിൽ നിന്നും അവനൊരു ഓർമ്മ വീണ്ടെടുക്കുക ചെയ്യുന്നത്, ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. ഇതൊരു സ്റ്റാച്യു മാത്രമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സ്റ്റാച്യു എന്നൊരു സാധനമില്ല. പ്രതിഷ്ഠ നടത്തിയാൽ അത് ജീവനുള്ള വസ്തുവാണ്. ആ ദൈവം ജീവനുള്ളതാണ്, മനുഷ്യനെ പോലെ തന്നെ പെരുമാറുന്ന ജീവനുള്ള വസ്തുവായിട്ട് നമ്മളതിനെ കാണുന്നത്. ആണ് എൻ്റെ സംഭവം. അതാണ് അതിൻ്റെ വ്യത്യാസവും. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്ന രാമൻ നമ്മുടെ ദൈവമാണെന്നും രാമൻ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുമെന്നും ആക്രമണകാരികളായ മുസ്ലിങ്ങളെ മുഴുവൻ രാമൻ കൊന്നൊടുക്കുമെന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യരായി ഇന്ത്യക്കാരെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ലാഭമുണ്ടാക്കുന്ന വിഭാഗങ്ങൾ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ഈ മധ്യവർഗ വിഭാഗങ്ങൾ, കോർപ്പറേറ്റുകൾ, വൻകിട സാമ്പത്തിക ശക്തികൾ, സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നവർ, അധികാരം കൈവശം വെച്ചിരിക്കുന്നവർ, അങ്ങനെ തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം എൻ്റയറായിട്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ട്. അപ്പോൾ ഇതിന് ക്രൂഷ്യലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാമൻ മുന്നോട്ട് വെച്ച എത്തിക്സിനെ തുറന്നു കാണും. ഇപ്പോഴും ആൾക്കാർ പറഞ്ഞ രാമനൊരു കുഴപ്പമില്ലെന്നാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം, രാമൻ കുഴപ്പമില്ല എന്ന് പറയുന്നവർ, രാമൻ ജഗദാനന്ദകാരകനാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ RSSകാരാണ്. RSSന് വേണ്ടി ആ വാക്യം അവർ പറയുന്നത്. അതല്ലാതെ എന്താണ് രാമൻ ജഗദാനന്ദകാരകനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? രാമൻ്റെ ജീവിതത്തെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ശ്രീരാമൻ്റെ അയോധ്യയിൽ ഒരു ബ്രാഹ്മണ കുഞ്ഞ് മരിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തോ അനീതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് രാമൻ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ശംഭുകൻ തലകുത്തി നിന്ന് തപസ് ചെയ്യുന്നത് കാണുന്നത്. നിൻ്റെ ജാതി ഏതാണെന്നേ ചോദിക്കുന്നുള്ളൂ. ശൂദ്രൻ, അന്നേരം തല വെട്ടിക്കളയുക. ഈ തല വെട്ടി ആ നിമിഷം തന്നെ ആ ബ്രാഹ്മണ കുഞ്ഞിന് ജീവൻ വന്നെന്നാണ് പറയുന്നത്. ആ മെറ്റഫർ, ആ കഥ എന്താ നമ്മളോട് പറയുന്നത്? രാമൻ എന്ത് ദൗത്യമാണ് നിറവേറ്റുന്നത്? ബ്രാഹ്മണ താല്പര്യങ്ങളാണ് അയാൾ നിറവേറ്റുന്നത്. ബ്രാഹ്മണ
ബ്രാഹ്മണർക്കും ഗോക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വാൽമീകി രാമായണം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ രാമൻ അങ്ങനെയാണെന്നേ ബാക്കിയുള്ളവർക്ക് ദൈവമാവുന്നത്. ദാനം കൊടുക്കണം. ആർക്ക്? പാവപ്പെട്ടവനല്ല, ബ്രാഹ്മണന് ദാനം കൊടുക്കണം എന്നാണ് പറയുന്നത്. ബ്രാഹ്മണർക്ക് ഭൂമി നൽകുവാൻ വന്നുദിച്ച രാമരാമ ഭാഗ്യമാണെന്ന് വർഷങ്ങളായിട്ട് പാടുന്ന നാടാണ്. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്നുദിച്ച രാമനെ ഞാനെന്തിനു, ഭൂമിയില്ലാതെ ഞാനെന്തിനാണെന്ന് സ്തുതിക്കുന്നത്? അപ്പോൾ ആ എത്തിക്സ് ഒരിക്കലും നമ്മൾ ചർച്ച ചെയ്യില്ല. രാമായണത്തിൻ്റെ മാസ്മരികതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാമൻ്റെ വീരകൃത്യം, എന്ത് വീരകൃത്യം! സുഗ്രീവനും ബാലിയും നമ്മുടെ യുദ്ധത്തിൽ സുഗ്രീവനോട് രാമൻ പറഞ്ഞു കൊടുക്കുക, നീ ഒരു, രണ്ടുപേരും കുരങ്ങന്മാരാണല്ലോ, ഇപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി നീ ഒരു മാല ഇടണം മറ്റവനെ വധിക്കാൻ. മാല ഇല്ലാത്തവനെ വധിക്കാമല്ലോ. അപ്പോൾ വല്ല രണ്ടുപേരും കുരങ്ങന്മാരാണെങ്കിൽ പിന്നെ ആരെയാ വധിക്കണം, കൺഫ്യൂഷനാവും. അപ്പോൾ നീ സുഗ്രീവനോട് നീ ഒരു മാല ഇട്ടുകൊണ്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടോളാം. ഈ ദ്വന്ദ്വയുദ്ധം നടക്കുന്ന സമയത്ത് മറഞ്ഞു നിന്ന് അമ്പെയ്താണ് ഭാര്യയെ ഈ ശ്രീരാമൻ വധിക്കുന്നത്. അയാളൊരു പോരാളിയാണ്. എന്നെ എത്തിക്സാണെന്നേ ഈ പറയുന്നത്. സീത ഗർഭിണിയാകുന്ന സമയത്ത് കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നയാളാണ്. 12 കൊല്ലം, 2 മക്കളുണ്ടായി. 12 കൊല്ലം ഇവൾ എവിടെയാണെന്ന് പോലും അന്വേഷിക്കും. ഇയാൾക്ക് എന്ത് ധാർമ്മികത ഇവർ ഈ പറയുന്നത്? എന്ത് ജഗദാന്തകാരകൻ്റെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത്? രാവണനെ വധിച്ചു എന്ന്, രാവണൻ്റെ മേൽ വിജയം നേടി. രാവണൻ്റെ സഹോദരൻ വിഭീഷണനെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തിയിട്ടാണ് രാവണനെ വധിക്കുന്നത്. അതല്ലാതെ ഒരു പോരാളിക്ക് ചോദിച്ച ഒരു കാര്യം അയാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് പോട്ടെ. അത് ഞാൻ പറഞ്ഞ ഈ ഒരു ധാർമ്മികതയെ പോലും ഒരിക്കൽ പോലും മനസ്സിലാക്കാതെ ഇതിനെ ഇങ്ങനെ ആദർശവൽക്കരിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിനെ അത് ഇന്ധനമായി തീരത്തുള്ളൂ. അതുകൊണ്ട് വിമർശനമാണ് ഉന്നയിക്കേണ്ടത്. ജ്യോതിബ ഫൂലെ ഉന്നയിച്ചിട്ടുണ്ട്, അംബേദ്കർ ഉന്നയിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു ഉന്നയിച്ചിട്ടുണ്ട്, സഹോദരനയ്യപ്പൻ ഉന്നയിച്ചിട്ടുണ്ട്, പെരിയോർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ബ്രാഹ്മണ്യ അധികാരത്തിനെതിരെ ചിന്തിച്ച മുഴുവൻ ആൾക്കാരും രാമനെ വിമർശിച്ചിട്ടുണ്ടെന്നേ. ആ പാരമ്പര്യത്തെക്കുറിച്ച് എന്തിനാണ് നമ്മൾ നിശബ്ദരായിരിക്കുന്നത്? നമ്മളത് പറയണ്ടേ? ഞാനതാ പറയുന്നത്. അതല്ല ഇതിപ്പം ഏതെങ്കിലും ഒരു വിഭാഗം രാമഭക്തരുണ്ടോ, ഒരു ചെയ്തോട്ടെ, പക്ഷെ അത് ഇന്ത്യയുടേതാണെന്ന് പറയരുത്. ഇന്ത്യയുടേതല്ലത്. അതിനുള്ള ഒരു തെളിവും ഇല്ല അതിനകത്ത്. അങ്ങനൊരു ഇന്ത്യ വ്യാപകമായി ആരാധിക്കപ്പെട്ട ആരാധ്യ പുരുഷൻ പോലുമല്ല രാമൻ. കേരളത്തിൽ വിരലെണ്ണാവുന്ന രാമക്ഷേത്രങ്ങളോ ഭഗവതി ക്ഷേത്രങ്ങളോ 100 കണക്കിന്. ഭഗവതി ക്ഷേത്രം 100 കണക്കിന്. ശിവക്ഷേത്രങ്ങൾ കേരളത്തിലെ മുഴുവൻ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഒന്നിലെ കൃഷ്ണക്ഷേത്രമോ അല്ലെ ശിവക്ഷേത്രമോ. പിന്നെ വിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രം തിരുവനന്തപുരത്ത്. ബാക്കി പേരെടുത്ത ക്ഷേത്രം മുഴുവനും ശിവക്ഷേത്രങ്ങളാണ്. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം, ഇതെല്ലാം ശിവക്ഷേത്രം. ഇവിടെയൊന്നും ശ്രീരാമനെ നമ്മൾ കാണുന്നില്ല. തൃപ്രയാഗം കണ്ട ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ 2-3 ക്ഷേത്രമേ ഉള്ളൂ ശരിക്കും. ഇത് പിന്നെ ഇന്ത്യയുടേതാണെന്നൊക്കെ ഇവർ ആരോടെ ഈ പറയുന്നത്? അപ്പം അതിനോട് ഒരു വിമർശനപരമായ സംഗതി പുലർത്തുകയും വ്യത്യസ്തമായ, അപ്പോൾ ഗുരു നാനാക്കിൻ്റെ പാരമ്പര്യം അമൃത്സറിൽ അവിടെ ചെല്ലുമ്പോൾ, സുവർണക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തികച്ചും ചാൻഡിങ് ആയിട്ടുള്ള, നമ്മളെ കൈവശപ്പെടുത്തുന്ന വിധമുള്ള അന്തരീക്ഷം. എല്ലാവർക്കും പ്രവേശനമാണ്. ഹിന്ദുക്കൾക്കല്ല, എല്ലാവർക്കും പ്രവേശനം. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവർക്കും ഭക്ഷണം ഫ്രീയാണ്, താമസിക്കണം ഫ്രീയാണ്. ഇങ്ങനൊരു സ്ഥലം വേറെ എവിടെയാണ് ഉള്ളത്? അപ്പോൾ ആ പാരമ്പര്യത്തെ അതെല്ലാം ഹിന്ദുക്കളുടെ ഭാഗമാണെന്ന് അവർ പറയുമെങ്കിലും ഇതൊന്നും ഹിന്ദുക്കളുടെ ഭാഗമല്ല. ബുദ്ധനോ ജിനനോ അല്ലെങ്കിൽ ഈ പറയുന്ന സിഖ് മതമോ ഒന്നും. അത്തരം വ്യത്യസ്തമായ പാരമ്പര്യങ്ങളെ വ്യാഖ്യാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കെണിയിൽ നിന്നും പുറത്തെടുക്കൂ. ഇതിലൊന്നും അത്യന്തികമായി ഇന്ത്യ അങ്ങ് തകർന്നു പോകുമെന്ന് ഞാനെന്തായാലും വിചാരിക്കുന്നില്ല. തീർച്ചയായും പുറത്തു വരാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനുള്ള ഒരു വർക്ക് നടത്താൻ പറ്റുന്നൊരു രാഷ്ട്രീയ നേതൃത്വം പ്രതിപക്ഷത്തിലില്ല എന്നതുകൊണ്ട് BJP ഏകപക്ഷീയമായിട്ട് തൽക്കാലം ജയിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അത് അവരുടെ ജെനുവിനായൊരു വിജയത്തിൻ്റെ കാര്യമായി നമ്മൾ എടുക്കേണ്ടത്.